ആ സിനിമ കാണുമ്പോൾ നമ്മള് ഇതൊക്കെ ഇതിലെല്ലാരും അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നുള്ളൊരു അല്ലേ ആണെന്ന് എല്ലാരും പറയുന്നു. അതെ 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 കാരണം ഒന്നാമത് എല്ലാവരും പുതിയ ഫേസസ് ഒരുപാട് കണ്ടിട്ടില്ലാത്ത ഷംലയും കുമാർജി ഒഴികെ ബാക്കി എല്ലാവരും. അതെ 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 ഷംലയാണെങ്കിലും ഒരു പടം 1001 മുന്നേ ചെയ്തിട്ടുണ്ട്. കുമാർജി ഒരുപാട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലോ, ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മളും അതുപോലെ പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥകള്, ഒരു കഥ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നടക്കണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് അതില് മെയിനായിട്ട് ഒരു എല്ലാവരും അഭിനയിക്കുകയാണെന്നുള്ളത് തോന്നണേ ഇല്ല എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഡബിങ്ങിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു ലോക്കൽ സ്ഥലത്തുള്ള സെയിം ലാംഗ്വേജ് തന്നെ കൈകാര്യം വളരെ കൂളായിട്ട് നമ്മൾ വീട്ടിൽ അത് തന്നെയാണ് നമ്മള് ഡയറക്ടർ വിചാരിച്ചതും. ഡയറക്ടർക്കും അതാണ് ആവശ്യം. ഫാസിലിനെ സംബന്ധിച്ച് കുറെ സിനിമകളിൽ അഭിനയിച്ച ആളുകൾ വേണമെന്നോ നാടക പ്രവർത്തകരാവണമെന്നോ ഒന്നുമല്ല. അവൻ വിചാരിക്കുന്ന സാധനം നാച്ചുറലായിട്ട് കിട്ടണം. കുറെ പേര് വന്നു പോയി ലൊക്കേഷനിൽ, പക്ഷെ അതൊന്നും ഫാസിലിന്റെ ഫേസ് കണ്ടാൽ അറിയാം അവന് തൃപ്തി ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇതിന് ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നോ? ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫാസിൽ എന്നെ കുറെ സെർച്ച് ചെയ്ത് ഓരോരുത്തരെയും കണ്ടുപിടിക്കായിരുന്നു.